നമ്മുടെ ഹൃദയം ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു സമയം രാത്രിയാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ഹൃദയത്തിന് പലപ്പോഴും കൂടുതൽ സ്ട്രെയിൻ അനുഭവിക്കേണ്ടി വരിക, പ്രത്യേകിച്ച് ഹൃദ്രോഗമുണ്ടെങ്കിൽ. രാത്രിയിലും ഉറക്ക സമയത്തും വരുന്ന ചില പ്രത്യേക ലക്ഷണങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തേത് ഓർത്തോപ്നിയ എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും ഹൃദയത്തിന്റെ പമ്പിങ് കുറഞ്ഞതിന്റെ ഒരു ലക്ഷണമാണ്. ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നതിന്റെ ഒരു മുന്നോടിയാണ്. ഇതെന്താണ്? ഒരു വ്യക്തി ഉറങ്ങാൻ കടന്ന ഒരു 2-3 മണിക്കൂറിന് ശേഷം ശ്വാസം തിങ്ങലായിട്ട് അല്ലെങ്കിൽ കടുത്ത ചുമയായിട്ട് എണീക്കുകയാണ്. എണീറ്റ് കഴിഞ്ഞാൽ ഒരു റിലീഫ് തോന്നും. കുറച്ചു നേരം മലർന്നു കിടക്കാൻ പറ്റാണ്ട് എണീറ്റിരിക്കും. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു ലക്ഷണമാണ്. ഓർത്തോപ്നിയ എന്ന് പറയുന്ന ഈ ലക്ഷണമുള്ള പല വ്യക്തികൾ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ വൈകാതെ ICUലെത്തുന്നത് നമ്മൾ കാണാറുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം നൊക്ടേണൽ അരിത്മിയാസ് ആണ്. എന്ന് വെച്ചാൽ ഉറങ്ങാൻ കടന്നു കഴിയുമ്പോൾ ചില വ്യക്തികൾ ഉറക്കത്തിൽ ഹൃദയമിടിപ്പ് വല്ലാതെ താളം തെറ്റിയിടിക്കുന്ന അരിത്മിയയിലേക്ക് പോകും. ഉറക്കത്തിന്റെ തന്നെ REM എന്ന് പറയുന്ന ഘട്ടത്തിൽ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റില് 2.5 ഇരട്ടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്ക്. നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ രാത്രി സമയത്ത് വളരെ സെൻസിറ്റീവാണ്. മറ്റൊരു പ്രശ്നമാണ് നൊക്ടേണൽ അഞ്ചേന എന്ന് വെച്ചാൽ രാത്രി സമയത്ത് ഉറക്കത്തിൽ നെഞ്ച് വരിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥ. ഹൃദയത്തിനകത്ത് രക്തോട്ടത്തിന് ബ്ലോക്കുള്ള ഒരു വ്യക്തിക്ക് ഈ സമയത്ത് നെഞ്ച് വരിഞ്ഞു മുറുകുന്ന പോലെ വരാനുള്ള സാധ്യതയുണ്ട്. അഞ്ചേന വരാൻ സാധ്യത. മറ്റൊരു പ്രശ്നം നൊക്ടേണൽ ഹൈപ്പർ ടെൻഷനാണ്. എന്ന് വെച്ചാൽ രാത്രി സമയത്ത് BP കൂടുക, ഉറക്കത്തിൽ BP കൂടുക. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉറക്ക സമയത്ത് BP നോർമലി എല്ലാവരുടെയും കുറയാറുണ്ട്. ഇതിന് നൈറ്റ് ടൈം ഡിപ്പിംഗ് എന്ന് പറയും. ഇങ്ങനെ ഉറക്ക സമയത്ത് സ്വാഭാവികമായ BP കുറയാത്ത ആളുകൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത 3 ഇരട്ടി വർദ്ധിക്കുന്നു എന്നാണ് കണക്ക്. ഇങ്ങനെ രാത്രി സമയത്ത് BP കൂടുന്നത് ഹൃദയത്തിന് ഒരുപാട് കേടുകൾ ഉണ്ടാക്കുന്നു. മറ്റൊരു പ്രശ്നം കൂർക്കം വലിയാണ്. കൂർക്കം വലിയുടെ കൂടെ രാത്രി സമയത്ത് ഉറക്കത്തിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ഇത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിപ്പെടാറുണ്ട്. ഈ അവസ്ഥയുള്ള പല ആളുകൾക്കും ഹൃദയമിടിപ്പ് കൂടാറുണ്ട്, BPയിൽ മാറ്റങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഹൃദയസ്തംഭനം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് രാത്രി ഉറക്ക സമയത്ത് സഡൻ ആയിട്ട് മരിച്ചുപോയി എന്നൊക്കെ. ഇത് പലപ്പോഴും OSA കാരണം സംഭവിക്കാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം ആ സമയത്ത് വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യും.